ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു സെഷനിലോട്ട് സ്വാഗതം. എൻ്റെ പേര് മായ സുജിത് കൃഷ്ണൻ. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എസ്പാരന്റിന് വേണ്ട ഒരു കാര്യമാണ്, അവരുടെ ചെക്ക് ലിസ്റ്റിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് മുൻവർഷ ചോദ്യ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസിലൂടെ ഒരു ഗോ ത്രൂ ചെയ്യാം അല്ലേ. സോ അതിപ്പോ നിങ്ങൾ പ്രിപ്പറേഷന്റെ ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, മേ ബി ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കും, പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മേ ബി പ്രിപ്പറേഷൻ ഇങ്ങനെ നിങ്ങൾ തുടങ്ങിക്കഴിയും. ഏത് സ്റ്റേജിലാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എങ്ങനെ പ്രിപ്പറേഷന്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്, നിങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എസ്പെഷ്യലി ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ജി കെയിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പൊ സ്റ്റാറ്റിക് ജി കെ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഒരുപാട് ഏരിയാസ് വരുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല നമ്മുടെ സ്റ്റാറ്റിക് ജി കെ. ഇതിനകത്ത് ഒരുപാട് ചെറിയ 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 പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെ പഠിക്കണം, എത്രത്തോളം ഡീപ്പായിട്ട് പഠിക്കണം, അങ്ങനെയുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ തന്നെ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും. അതല്ല ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എസ്പാരന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, സ്റ്റാറ്റിക് ജി കെ പോലുള്ള ടോപ്പിക്സിനെ നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയാസ്, അതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ആ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് വെച്ച് പഠിക്കാനും നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ. CGLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റാറ്റിക് ജി കെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സമയം കളയണ്ട, സെഷനിലോട്ട് ഇറക്കാം. ആദ്യത്തെ ചോദ്യം. സോ ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യനും ഓപ്ഷൻസും വെച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതുപോലെ ഞാനിപ്പോൾ ആൻസർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ എന്റെ കൂടെ തന്നെ നിങ്ങളും ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതാണെങ്കിലും പഠിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിലും ഒരു പ്രശ്നമില്ല, എന്റെ കൂടെ തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ ചോദ്യം, ലഡാഖി ന്യൂ ഇയർ. ലഡാഖിലെ ന്യൂ ഇയറിനെ പറയുന്ന പേരാണ് ലോസാർ. എന്താണ്? ലോസാർ. ലൈക്ക് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യത്തില്ലേ, ന്യൂ ഇയർ, അതുപോലെ ലഡാഖിലെ ന്യൂ ഇയറിനെ പറയുന്ന പേരാണ് ലോസാർ. സോ ലഡാഖി ന്യൂ ഇയർ ലോസാർ ഇസ് വെൽക്കംഡ് വിത്ത് സിംബോളിക് ഡോ മോഡൽസ് ഓഫ് ഡാഷ് സൺ ആൻഡ് മൂൺ പ്ലേസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ്സ്. സോ ലഡാഖിലെ ന്യൂ ഇയറിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അവര് മാവും കൊണ്ട് കുറച്ച് മോഡലുകൾ ഉണ്ടാക്കി വെക്കും. ഓക്കെ, രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും. സൺ, മൂൺ ആൻഡ് ഡാഷ്, 3 സാധനങ്ങളുടെ രൂപങ്ങളാണ് ഉണ്ടാക്കുന്നത്. സണ്ണും മൂണും പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഒരെണ്ണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐബെക്സ്, യാക്ക്, സ്നോ ലെപ്പേർഡ് ഓർ ബുദ്ധ. ആരുടെയാണ് ഉണ്ടാക്കി വെക്കുന്നത്? പലരും ഇതിൽ തെറ്റിക്കും. കാരണം സണ്ണും മൂണിന്റെ ഒക്കെ കൂടെ മിക്കവാറും ആൾക്കാർ ബുദ്ധ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെറ്റാണ്. ശരിക്കുമുള്ള ആൻസർ എന്താണ്? ഐബെക്സ് ആണ്. എന്താണ്? ഐബെക്സിന്റേതാണ്. എന്താണ് ഐബെക്സ്? ഇതാ ഈ കാണുന്ന ഈ മൃഗത്തിനെയാണ് ഐബെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലഡാക്ക് ആൻഡ് പാർട്ട് ഓഫ് ഹിമാലയാസ്, ലഡാക്കിലും അടുത്തുള്ള ഹിമാലയൻ റീജിയനിലും ഈ ഐബെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൾച്ചറൽ സിമ്പിൾ ഓഫ് ഗുഡ് ഫോർച്യൂൺ, പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ്ഫുൾ അഗ്രികൾച്ചറൽ ന്യൂ ഇയർ. സോ നമ്മുടെ ഒരു പ്രോസ്പെരിറ്റിയുടെ ഒരു സിമ്പിൾ ആയിട്ടാണ് ഈ ഐബെക്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ രൂപം ഉണ്ടാക്കുന്നത്. സോ ഡ്യൂറിംഗ് ലോസാർ ഫെസ്റ്റിവൽ ഫിഗറിൻസ് ഓഫ് ഐബെക്സ് ട്രഡീഷണലി ക്രാഫ്റ്റഡ് ഫ്രം ഡോ, മാവും കൊണ്ട്, are created and displayed as offering to deities to bring good fortune and fertility to the land. സോ ന്യൂ ഇയർ, ലഡാക്കിലെ ന്യൂ ഇയറിന്റെ പേരെന്താണ്? ലോസാർ എന്നാണ് പറയുന്നത് ഇതിനെ. അതിന് ആ സമയത്ത് അവര് ഈ ചെറിയ ചെറിയ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കും, സൂര്യന്റെയും ചന്ദ്രന്റെയും പിന്നെ ഐബെക്സിന്റെയും. ഓക്കെ, ഐബെക്സ് എന്തിനാണ് കാണിക്കുന്നത്? നമ്മുടെ പ്രോസ്പെരിറ്റിയെ ഡിപിക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഐബെക്സ് എന്ന് പറയുന്നത്. സോ പല സ്ഥലങ്ങളിലും പല ന്യൂ ഇയേഴ്സ് ആണ്. നമ്മുടെ ജാനുവരി 1 ന്യൂ ഇയറിന്റെ കാര്യമല്ല പറയുന്നത്, അല്ലാണ്ട് റീജിയണലി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ലൈക്ക് കേരളത്തിലെ വിഷു പോലെ. അപ്പൊ അതിന്റെ പേരുകൾ ചോദിക്കാറുണ്ട് പലപ്പോഴും എക്സാമിന്, തിരിച്ചും മറിച്ചും പല സ്റ്റേറ്റിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. അസാമിലെ ന്യൂ ഇയറിനെ പറയുന്ന പേരാണ് റൊങ്കാലി ബിഹു. ബിഹു തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അതില് റൊങ്കാലി ബിഹു ആണ് അസാമിലെ ന്യൂ ഇയർ. പഠിച്ചല്ലോ. അസാമിലെ ന്യൂ ഇയർ എന്താണ്? റൊങ്കാലി ബിഹു. ഇനി നമ്മുടെ തൊട്ട് അയൽവാസി സംസ്ഥാനമായ തമിഴ്നാടിൻ്റെത് എന്താണ്? പൂത്താണ്ടു. എന്താണ്? പൂത്താണ്ടു ആണ് തമിഴ്നാട്ടിലെ ന്യൂ ഇയർ. കേരളത്തിലെ വിഷു ആണ്, നമുക്കറിയാം. ഇനി ഒഡീസയിലെ എന്താണ്? ഒഡീസയിലെ പണസംക്രാന്തി ഓർ ഒഡിയ നവവർഷ.
ഒഡിയ നവബർഷ ഓർ പണ സംക്രാന്തി എന്നാണ് ഒഡീഷയിലെ ന്യൂ ഇയർ. കശ്മീരിലെ നവരേഹ്. പോയില ബൈസാഖ്, ബംഗാളിലാണെങ്കിൽ പോയില ബൈസാഖ് എന്നാണ് പറയുന്നത്. ഉഗാദി, ഉഗാദി പലപ്പോഴും ചോദിക്കാറുണ്ട്. ഉഗാദി ഒരു സ്റ്റേറ്റിന്റെ അല്ല കേട്ടോ, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ഈ 3 അടുത്തടുത്തുള്ള സ്റ്റേറ്റ്സ് അല്ലെ. ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ആന്ധ്രാപ്രദേശിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്താണല്ലോ തെലങ്കാന ഫോം ചെയ്തത്. അപ്പൊ അവരുടെയും സെയിം ന്യൂ ഇയർ തന്നെയാണ്. അപ്പൊ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക ഈ 3 സ്റ്റേറ്റിന്റെയും ഉഗാദിയാണ് ന്യൂ ഇയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ന്യൂ ഇയേഴ്സ് എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയാലോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ മ്യൂസിക്കൽ ഫോം സ്വരജാതി? മ്യൂസിക്കൽ ഫോം സ്വരജാതി, അതിനെ പറ്റി കൊടുത്തിരിക്കുന്ന പോയിന്റ്സ് ആണ്. ഇതിൽ ഏതാണ് കറക്റ്റ്? സ്വരജാതി എന്ന് വെച്ചാൽ എന്താണ്? ഭജൻ ഫോം യൂസ്ഡ് ഇൻ ടെമ്പിൾസ്, അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്ന ഭജനാണ്. ഡാൻസ് ഐറ്റം വിത്തൗട്ട് മിക്സ്ഡ് സ്ട്രക്ചർ. വോക്കൽ ഫോം ലേറ്റർ അഡോപ്റ്റഡ് ബൈ ഡാൻസ്, ഇതൊരു വോക്കൽ ഫോം ആയിരുന്നു, പിന്നീട് ഇതൊരു ഡാൻസിലോട്ട് കൺവേർട്ട് ചെയ്യുകയായിരുന്നു. ഫിലിം ബേസ്ഡ് ഐറ്റം ഫാസ്റ്റ് റിതം. സ്വരജാതി എന്ന് വെച്ചാൽ എന്താണ്? സ്വരജാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കൽ ഫോം ആയിരുന്നു. ഇത് ഇനീഷ്യലി ഒരു വോക്കൽ ഫോം ആയിരുന്നു, പിന്നീട് ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഫോർ ഡാൻസ്. ഓക്കെ. സോ സ്വരജാതി ട്രഡീഷണൽ മ്യൂസിക്കൽ ഫോം ഇൻ കർണാട്ടിക് മ്യൂസിക് ആയിരുന്നു. ഒറിജിനലി കൺസീവ്ഡ് ആസ് വോക്കൽ കോമ്പോസിഷൻ യൂസ്ഡ് ഫോർ ടീച്ചിങ്, പെർഫോമൻസസിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വോക്കൽ കോമ്പോസിഷൻ ആയിരുന്നു സ്വരജാതി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് 3 പാർട്സ്. പല്ലവി, അനുപല്ലവി ആൻഡ് ചരണം, അങ്ങനെ 3 പാർട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഓവർ ടൈം എന്ത് സംഭവിച്ചു? ഇറ്റ് വാസ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസസ് ലൈക്ക് ഭരതനാട്യത്തിലോട്ട് ഈ ഒരു സ്വരജാതി അവർ ആഡ് ഓൺ ചെയ്യുകയായിരുന്നു. ഓക്കെ. സോ പല പല ഏരിയാസ്, ലൈക്ക് നമ്മൾ ആദ്യത്തെ ചോദ്യം ഫെസ്റ്റിവൽസിൽ നിന്നായിരുന്നു, രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചർ ഡാൻസ് ഫോമിൽ നിന്നായിരുന്നു. അപ്പൊ ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇങ്ങനെയുള്ള ഏരിയാസ് ഫെസ്റ്റിവൽസ് നമ്മൾ നോക്കി വെക്കണം, ഓരോ സ്റ്റേറ്റിന്റെ ഫെസ്റ്റിവൽസ്. പിന്നെ ഇതുപോലെയുള്ള ഫെസ്റ്റിവൽസ് ലൈക്ക് ന്യൂ ഇയറിന് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പല ന്യൂ ഇയർ ജാനുവരി 1 അല്ല, അല്ലാണ്ടുള്ള ന്യൂ ഇയർ റീജിയണലി നമ്മൾ നമ്മുടെ ലോക്കൽ കാലണ്ടർ അനുസരിച്ച് നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ അകത്ത് മ്യൂസിക്കിൽ നിന്നും ഡാൻസിൽ നിന്നും, ഡാൻസ് ആണെങ്കിലും ഫോക്ക് ഡാൻസ് ഫോംസ് ഓരോ സ്റ്റേറ്റിന്റെ, ഇതെല്ലാം ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ്രോണാചാര്യ അവാർഡ്? അപ്പൊ അവാർഡുകളിൽ നിന്നാണ് അടുത്ത ചോദ്യം. ദ്രോണാചാര്യ അവാർഡിനെ പറ്റിയുള്ള 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ദ്രോണാചാര്യ അവാർഡ് ഇറ്റ് ക്യാരീസ് എ ക്യാഷ് പ്രൈസ്, 10 ലക്ഷം രൂപ വരുന്ന ക്യാഷ് പ്രൈസും ആൻഡ് ഫീച്ചർ എ ഗോൾഡ് സ്റ്റാച്യു ഓഫ് ഗുരു ദ്രോണാചാര്യ. 10 ലക്ഷം രൂപയും ഗുരു ദ്രോണാചാര്യയുടെ ഒരു സ്വർണ സ്റ്റാച്യുവുമാണ് കൊടുക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് OM നമ്പ്യാർ വാസ് ഓണേർഡ് വിത്ത് ദ ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് ഇൻ 1985 ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ച്. ദ്രോണാചാര്യ അവാർഡ് കോച്ചസിനാണ് കൊടുക്കുന്നത്. സ്പോർട്സിലെ കോച്ചിനാണ് ദ്രോണാചാര്യ അവാർഡ് നൽകുന്നത്. നമ്മൾ മഹാഭാരതത്തിന്റെ ഒക്കെ അകത്ത് ഗുരുവാണ് അല്ലെ, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്നു ദ്രോണാചാര്യ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗുരുസിന്, അതായത് കോച്ചിന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അപ്പൊ ആദ്യത്തെ പോയിന്റിൽ പറയുന്നത് 10 ലക്ഷം രൂപയും ഒരു സ്വർണ്ണ സ്റ്റാച്യു, ഗുരു ദ്രോണാചാര്യയുടെ സ്വർണ്ണ സ്റ്റാച്യു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് OM നമ്പ്യാറിനാണ് 1985 ആദ്യത്തെ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്. ഇതിൽ ഏത് പോയിന്റ് ആണ് ശരി? നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ അതിൽ മൾട്ടിപ്പിൾ പോയിന്റുകൾ ചെക്ക് ചെയ്യണം. ഇവിടെ പറഞ്ഞത് OM നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 1985 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 3ഉം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ. ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോച്ച്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഇതില് രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ് കറക്റ്റ് കേട്ടോ. സെക്കൻഡ് പോയിന്റ് മാത്രമാണ് കറക്റ്റ്. അപ്പൊ എന്താണ് ആക്ച്വലി ദ്രോണാചാര്യ അവാർഡിനെ പറ്റി നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് കോച്ചിങ്ങിന് കൊടുക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ഇതിൽ ബ്രോൺസ് സ്റ്റാച്യു ആണ്, ഗോൾഡ് അല്ല, ബ്രോൺസിന്റെ സ്റ്റാച്യു ആണ് കൊടുക്കുന്നത്. പിന്നെ 15 ലക്ഷം രൂപയാണ്, 15 ലക്ഷം രൂപയും ബ്രോൺസിന്റെ സ്റ്റാച്യു ആണ് കൊടുക്കുന്നത്. 1985 ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1985 3 പേർക്കാണ് ഈ ഒരു അവാർഡ് നൽകി ആദരിച്ചത്. ആരാണ് 3 പേര്? അതിൽ ഒന്ന് OM നമ്പ്യാർ, അത് കറക്റ്റ് ആണ്. പിന്നെ വരുന്നത് ബാലചന്ദ്ര ഭാസ്കർ ഭാഗവത്, റെസ്ലിംഗിന്റെ കോച്ചായിരുന്നു.
ബാലചന്ദ്ര ഭാസ്കർ ഭാഗവത് റെസ്ലിംഗ് കോച്ച്, ഓം പ്രകാശ് ഭരദ്വാജ് ബോക്സിംഗ് കോച്ച്, OM നമ്പ്യാർ അത്ലറ്റിക്സ്. 3 പേർക്കാണ് ഫസ്റ്റ് ഇയർ 1985 ഈ ഒരു അവാർഡ് നൽകി ആദരിച്ചത്. ദ്രോണാചാര്യ അവാർഡ് നൽകി ആദരിക്കപ്പെട്ട 3 പേരാണ് ഇവര്. ഇനി ആദ്യത്തെ വനിത ടു ഗെറ്റ് ദിസ് ദ്രോണാചാര്യ അവാർഡ്, ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാലോ 2000 കിട്ടിയത് ഹംസ ശർമ്മ. ഹംസ ശർമ്മയ്ക്കാണ് ആദ്യത്തെ വനിത ടു ഗെറ്റ് ദ്രോണാചാര്യ അവാർഡ്. വെയിറ്റ് ലിഫ്റ്റിംഗ് കോച്ചാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ് കോച്ച്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ദ്രോണാചാര്യ അവാർഡ്. ക്ലിയർ? ദ്രോണാചാര്യ അവാർഡിനെ പറ്റിയുള്ള ബേസിക് പോയിന്റ്സ് എല്ലാം ക്ലിയർ ആയല്ലോ. അതിൽ എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത്? ബ്രോൺസിന്റെ സ്റ്റാച്ചു ആണ് കിട്ടുന്നത്. 1985 സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ലഭിച്ചത് 3 പേർക്കാണ്. അത് ഏത് ഫീൽഡിനോട് റിലേറ്റഡ് ആണ് എന്നും പറയാം. ആദ്യത്തെ വനിത ആരായിരുന്നു? ഹൻസ ശർമ്മയായിരുന്നു ആദ്യത്തെ വനിത. ഏത് ഫീൽഡിലാണ്? വെയിറ്റ് ലിഫ്റ്റിംഗ് കോച്ചാണ്. ഓക്കെ, 4ാമത്തെ ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ജൂഡോ കോമ്പറ്റീഷൻ. സോ സ്പോർട്സിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. സ്പോർട്സിന്റെ ചില ടേംസ് കൊടുത്തിട്ട് ഈ ടേമിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇതുപോലെ സ്പോർട്സിന്റെ എറീനയോടുള്ള സ്പോർട്സ് നടക്കുന്ന സ്ഥലം അതിന്റെ പേരെന്താണെന്ന് ചില സമയത്ത് ചോദിക്കും. അല്ലെങ്കിൽ സ്പോർട്സിന്റെ ഭാഗമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓൾറെഡി ആപ്പിലുള്ള സെഷനിന്റെ അകത്ത് ഇതെല്ലാം നമ്മൾ ഡിഫറെന്റ് സ്പോർട്സും പല പല സെഷൻസിലായിട്ട് ഒരു 3-4 സെഷൻസിലായിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഇമ്പോർട്ടൻറ്റ് സ്പോർട്സും അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മെയിൻ ടേംസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ചോദ്യം നോക്കാൻ നമുക്ക് എന്താണ് ഇതിൽ ചോദിക്കുന്നത്? ജൂഡോ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ദ കോമ്പറ്റീഷൻ ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു ആൻ ഇന്നർ കോൺടെസ്റ്റ് ഏരിയ 8x8 മീറ്റേഴ്സിന്റെ ആൻഡ് ആൻ ഔട്ടർ സേഫ്റ്റി ഏരിയ മിനിമം 3 മീറ്റർ വൈഡ്. ഓക്കെ, അപ്പൊ ഇതൊരു ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഒരു സ്ഥലത്താണല്ലോ നമ്മുടെ ജൂഡോ നടക്കുന്നത്. അതിന്റെ ജൂഡോ നടക്കുന്ന ആ ഒരു ഏരിയ ഉണ്ട്, അതിന്റെ ഇന്നർ ഏരിയ ഉണ്ട്, അവിടെയാണ് കോൺടെസ്റ്റ് നടക്കുന്നത്. ആ ഇന്നർ ഏരിയയുടെ ഡയമെൻഷൻസ് ആണ് 8x8 മീറ്റേഴ്സ്. പിന്നെ അതിന്റെ വെളിയിലായിട്ട് ഒരു സേഫ്റ്റി ഏരിയയും ഉണ്ട്. ആ സേഫ്റ്റി ഏരിയയുടെ ഡയമെൻഷൻ ആണ് 3 മീറ്റർ വൈഡ് എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ്, ബ്ലൂ യൂണിഫോം contestant is called first followed by white uniform contestant. 2 പേര് തമ്മിൽ കളിക്കുമ്പോൾ ഒരാൾ ബ്ലൂ യൂണിഫോമും ഒരാൾ വൈറ്റ് യൂണിഫോമും ആണ് ധരിക്കുന്നത്. അതില് ബ്ലൂ യൂണിഫോമിനാണ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് കണ്ടസ്റ്റന്റ് ആണ് ഈ വൈറ്റ് യൂണിഫോം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, ആ ഏരിയയുടെ ഡയമെൻഷൻസ് പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആണ്. സെക്കൻഡ് പോയിന്റ് തെറ്റാണ്. സോ ബേസ്ഡ് ഓൺ IJF റൂൾ, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് റിഗാർഡിംഗ് ദ ഏരിയ അത് കറക്റ്റ് ആണ്. സി ഇവിടെ ഞാൻ ഇവിടെ ഇമേജ് വെച്ചിട്ടുണ്ട്. ഇതാണ് കോൺടെസ്റ്റ് ഏരിയ. അതിന്റെ ഡയമെൻഷൻ 8 to 10 meters, 8 meter ആണ് ബേസിക്കലി. 8x8 അതാണ് അതിന്റെ ഡയമെൻഷൻ. അതിന്റെ പുറത്ത് വരുന്നത് സേഫ്റ്റി ഏരിയ ആണ്. സേഫ്റ്റി ഏരിയയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 meters ആണ്. ഓക്കെ, സോ അത് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? അവരുടെ ഡ്രസ് അനുസരിച്ച് ഫസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എപ്പോഴും ഫസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റിനെയാണ്, വൈറ്റ് യൂണിഫോമിനെയാണ്. വൈറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫസ്റ്റ് ഫോളോഡ് ബൈ ദ ബ്ലൂ യൂണിഫോം കണ്ടസ്റ്റന്റ്. സോ അതിനെപ്പറ്റിയും കുറച്ച് എക്സ്പ്ലനേഷൻ വേണം, കാരണം റീസെന്റ് വന്ന ഒരു മാറ്റമാണിത്. വൈറ്റ് ജൂഡോ യൂണിഫോം ജൂഡോഗി is called first in competition because it is traditional, original and primary uniform of judo. ഇതായിരുന്നു വൈറ്റ് യൂണിഫോം ആയിരുന്നു ഇതിന്റെ ഒരു പ്രൈമറി യൂണിഫോം. ആ വൈറ്റ് യൂണിഫോം അല്ലെങ്കിൽ വൈറ്റ് കളർ എന്ന് ഉള്ളത് അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യൂരിറ്റി, ഹ്യൂമിലിറ്റി, ഇക്വാലിറ്റി ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ വൈറ്റ് യൂണിഫോം. ബ്ലൂ ജി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ലേറ്റർ. ആ ഒരു വിഷ്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. 2 പേര് അടിയുണ്ടാക്കുന്ന അല്ലെങ്കിൽ 2 പേര് ജൂഡോ കളിക്കുന്ന സമയത്ത് അവർ തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പിന്നീട് ഒരു ബ്ലൂ യൂണിഫോം, സെക്കൻഡ് യൂണിഫോം ബ്ലൂ യൂണിഫോം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ പ്രൈമറി അല്ലെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ജൂഡോ യൂണിഫോം ആണ്. എന്നാൽ ബിഫോർ 2011 before 2011 the first athlete called actual wore blue. ഈ ഫസ്റ്റ് 2011 മുന്നേ ബ്ലൂ ഇട്ടിരുന്നതായിരുന്നു ഫസ്റ്റ്. പക്ഷെ ഈ ട്രഡീഷണൽ വാല്യൂസ് ഒക്കെ കാരണം പിന്നീട് അത് മാറ്റി വൈറ്റിനെ പ്രൈമറി അല്ലെങ്കിൽ വൈറ്റിനെ ഫസ്റ്റ് ആക്കി മാറ്റുകയായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ആണ് ഫസ്റ്റ്.
Which country partners with India in Maitri military exercise aimed at defense cooperation? See, ഇന്ത്യയുടെ മിലിറ്ററിയും വേറെ പല ഇന്റർനാഷണൽ മിലിറ്ററിയും തമ്മിൽ ഒരുമിച്ച് അവർ പല പല പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഓക്കെ, മിലിറ്ററി എക്സസൈസസ് എന്ന് നമ്മൾ അതിനെ പറയും. പല പല നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിക്കോട്ടെ, US, UK, അങ്ങനെ അവരൊക്കെ ആയിട്ട് നമ്മൾ പല മിലിറ്ററി എക്സസൈസസ് നടത്താറുണ്ട്. എല്ലാ വർഷവും ഇത് നടക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു പേരുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു വാർ സിറ്റുവേഷൻ്റെ അകത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന മൈത്രി മിലിറ്ററി എക്സസൈസ് ഇന്ത്യയും വേറെ ഏത് രാജ്യവുമായിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ആണ്? മൈത്രി എന്ന് പറയുന്നത് തായ്ലൻഡുമായിട്ടുള്ളതാണ്. തായ്ലൻഡ്. ഓക്കെ, അതുപോലെ ജോയിന്റ് മിലിറ്ററി എക്സസൈസസ് 2025 ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കുക കേട്ടോ. സോ ഇതിൽ ഉസ്ബെക്കിസ്ഥാനുമായിട്ടുള്ളതാണ് ദസ്തലിക് 6. ദസ്തലിക് 6 എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ. ദസ്തലിക് 6 ഉസ്ബെക്കിസ്ഥാൻ. ഇത് എവിടെയാണ് നടന്നത്? പൂനെയിലാണ് ഇത് നടന്നത്. ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നത് എവിടെയാണ്? പൂനെയിലാണ്. അടുത്തത് മാൽഡീവ്സുമായിട്ടുള്ളതാണ്. മാൽഡീവ്സുമായിട്ടുള്ളത് എക്വെറിൻ. എക്വെറിൻ എന്ന് പറയുന്നത് മാൽഡീവ്സുമായിട്ടുള്ളതാണ്. തിരുവനന്തപുരത്താണ് ഇത് നടന്നത്. ബാംഗ്ലാദേശുമായിട്ടുള്ളത് ബോണോസാഗർ. ബോണോസാഗർ ബാംഗ്ലാദേശുമായിട്ടുള്ള നേവൽ എക്സസൈസ് ആണ് മാർച്ചിൽ നടന്നത്. വരുണ ഫ്രാൻസുമായിട്ടുള്ളതാണ്. വരുണ, ഇതും ഒരു നേവൽ എക്സസൈസ് ആണ്. യുദ്ധഭ്യാസ്. യുദ്ധഭ്യാസ് USA അലാസ്കയിലാണ് നടന്നത്. ഫോക്കസിംഗ് ഓൺ ബൈലാറ്ററൽ ട്രെയിനിങ്. അജയ വാരിയർ. അജയ വാരിയർ UK ആയിട്ടാണ് രാജസ്ഥാനിൽ വെച്ച് നടന്നിരുന്നു. UN കൗണ്ടർ ടെററിസം ഇൻ സെമി അർബൻ ഏരിയാസ്. UAE ആയിട്ടുള്ളതാണ് ഡെസേർട്ട് സൈക്ലോൺ 2. ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ മരുഭൂമി, UAE. ഓക്കെ, അപ്പൊ UAE ആയിട്ടുള്ളതാണ് ഡെസേർട്ട് സൈക്ലോൺ 2. അബുദാബിയിൽ നടന്നു. ഫോക്കസിംഗ് ഓൺ UN പീസ് കീപ്പിംഗ് ആൻഡ് അർബൻ ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇതെല്ലാം ജോയിന്റ് മിലിറ്ററി എക്സസൈസസിന്റെ പേരാണ്. പേരുകൾ പഠിക്കുക. ഏതല്ല ഇന്ത്യയും വേറെ ഏത് കൺട്രിയുമായിട്ടുള്ളതാണെന്ന് പഠിക്കുക. ഇപ്പൊ ഇതിന് നമ്മൾ ട്രിക്സ് ഒക്കെ ഇട്ട് വേണമെങ്കിൽ പഠിക്കാം. അപ്പൊ ദസ്തലിക് 6 എന്നൊക്കെ ഒരു സൗണ്ട് വരുന്നു. ഉസ്ബെക്കിസ്ഥാൻ സൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ. ഇക്വെറിൻ മാൽഡീവ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എക്വാട്ടിക് ആയിട്ട് വെള്ളവുമായിട്ട്, അപ്പൊ എക്വെറിൻ മാൽഡീവ്സുമായിട്ട് കണക്ട് ചെയ്യുക. ബോണോസാഗർ BB ബാംഗ്ലാദേശുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തെടുക്കാൻ എളുപ്പമാണ്. ഡെസേർട്ട് സൈക്ലോൺ, UAE മരുഭൂമി, അല്ലെ? Who is the author of the book The Argumentative Indian? Argumentative Indian എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓഥർ ആരാണ്? അമർത്യ സേൻ ആണ്. അമർത്യ സേൻ ആണ്. എക്കണോമിസ്റ്റ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ നൊബേൽ സമ്മാനങ്ങൾ ഇന്ത്യൻസിന് കിട്ടിയിരിക്കുന്ന നൊബേൽ സമ്മാനം, അതായത് ഇന്ത്യൻ വിന്നേഴ്സ് ലിസ്റ്റ് പഠിച്ചു വെക്കണം. ആദ്യത്തെ ആർക്കായിരുന്നു ഇതുവരേക്കും കിട്ടിയിരിക്കുന്ന എല്ലാവരുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ 1998 എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചതാണ് അമർത്യ സേന്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഭാരത് രത്ന ലഭിച്ചിട്ടുണ്ട് 1999. 2020 പീസ് പ്രൈസ് ഓഫ് ദ ജർമ്മൻ ബുക്ക് ട്രേഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ. Which event were initially announced as demonstration sport but later became full-fledged medal event in the 38th National Games held at Uttarakhand? ഉത്തരാഖണ്ഡിൽ നടന്ന 38ാമത്തെ നാഷണൽ ഗെയിംസിൽ full-fledged ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്ട്, അതിന് മെഡൽ ഒന്നുമില്ല, വെറുതെ ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്ട് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാൽ 38th നാഷണൽ ഗെയിംസിൽ അതിനെ പ്രോപ്പർ ഒരു മെഡൽ ഇവന്റ് ആയിട്ട് കളിച്ചിരുന്നു. ഏത് ഇവന്റിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? യോഗാസന ആൻഡ് മൽഖംബ്. യോഗാസന ആൻഡ് മൽഖംബ് നാഷണൽ ഗെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഖേലോ ഇന്ത്യ ഗെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒളിമ്പിക്സ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ഗെയിംസ് 4 വർഷം കൂടുമ്പോൾ നടക്കുന്നതായാലും വർഷത്തിൽ നടക്കുന്നതൊക്കെ അത് കാറ്റഗറി തിരിച്ചിട്ട് അത് നമ്മൾ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. കുറച്ചൊക്കെ ഹിസ്റ്ററി നോക്കുക. ലാസ്റ്റ് നടന്നത് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട്. ലാസ്റ്റ് നടന്നതിലെ അവാർഡ് വിന്നേഴ്സ്, അതിന്റെ മെഡൽ വിന്നേഴ്സ്, അതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോ 38ന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതുവരേക്കും യോഗാസന മൽഖംബ് ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്ട് ആയിട്ടാണ് കളിച്ചിരുന്നത്. എന്നാൽ അത് പ്രോപ്പർ ഒരു മെഡൽ സ്പോർട്ട് ആയിട്ട് കളിച്ചു. 38th നാഷണൽ ഗെയിംസ് 2025 നടന്നു. ഉത്തരാഖണ്ഡിലാണ് നടന്നത്. ജാനുവരി ഫെബ്രുവരി മാസത്തിലായിരുന്നു. 34 കോമ്പറ്റീറ്റീവ് ഡിസൈപ്പിൾസ് ആൻഡ് 2 ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്സ്. അപ്പൊ ഇതില് വേറെ 2 ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും ചോദിക്കാം.
38th നാഷണൽ ഗെയിംസിന്റെ ഡെമോൺസ്ട്രേറ്റീവ് സ്പോർട്സ് ആയിട്ട് കളിച്ചത് എന്തായിരുന്നു? കളരിപ്പയറ്റും റാഫ്റ്റിംഗുമായിരുന്നു ഇവിടെ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് കളിച്ചത്. അതുവരേക്കും ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന യോഗാസന ആൻഡ് മൽഖമ്പിനെ ഇവിടെ ഫുൾ ഫ്ലെഡ്ജ്ഡ് മെഡൽ ഇവന്റ്സ് ആക്കി കളിക്കുകയായിരുന്നു. ഇതിന്റെ മാസ്കോട്ട് മൗലി ആയിരുന്നു. ഇതാണ് മൗലി എന്ന് പറയുന്ന മൗലി ദ മൊണാൽ സ്റ്റേറ്റ് ബേർഡ് ഓഫ് ഉത്തരാഖണ്ഡ് ആണ്. അതായിരുന്നു മാസ്കോട്ട്. symbolized natural beauty and tagline was Sankalp se Shikhar Tak. എന്നായിരുന്നു നാഷണൽ ഗെയിംസ് 38th നാഷണൽ ഗെയിംസിന്റെ ടാഗ് ലൈൻ. ഒഫീഷ്യൽ ടോർച്ച് ഓഫ് ദ ഗെയിം, ഇതാണ് ഒഫീഷ്യൽ ടോർച്ച്. അതിന്റെ പേര് തേജസ്വിനി. എന്താണ്? തേജസ്വിനി. സോ ഇത് 38th നാഷണൽ ഗെയിം. 39th നാഷണൽ ഗെയിം ആക്ച്വലി 26ൽ നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ റീസെന്റ് അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു 2027 അത് നടക്കുന്നത്. എവിടെയായിരിക്കും? മേഘാലയയിലാണ്. ഓക്കെ, എവിടെയാണ്? മേഘാലയയിലാണ് അടുത്തത് നടക്കാൻ പോകുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. മേഘാലയയിലാണ് 39th നാഷണൽ ഗെയിംസ് നടക്കാൻ പോകുന്നത്. മേഘാലയയിലെ ഷിലോങ്ങിലാണ്. ഫെബ്രുവരി മാർച്ച് 2027 എന്നാണ് present announcement. Which Indian city topped Swachh Vayu Sarvekshan 2024 in the category of cities with population over 10 lakhs? So ഇതിന്റെ അത് ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട് പോപ്പുലേഷൻ ബേസിസിൽ. അപ്പൊ 10 lakhs-ലധികം പോപ്പുലേഷൻ ഉള്ള സിറ്റീസിൽ ഏറ്റവും ടോപ്പ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിറ്റി ഈസ് ഇൻഡോർ. The award recognizes best performing cities under Swachh Vayu Sarvekshan 2025 conducted across 130 cities. So Swachh Vayu Sarvekshan 2025 130 സിറ്റീസ് ആണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് അണ്ടർ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം. ഇതിന്റെ അകത്ത് 3 കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫറെന്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ബേസ്ഡ് അപ്പോൺ പോപ്പുലേഷൻ. അപ്പൊ അതില് മോർ ദാൻ 10 lakhs ഫസ്റ്റ് കാറ്റഗറി, മോർ ദാൻ 10 lakhs. സെക്കൻഡ് 3 to 10 lakhs, 3 lakhs to 10 lakh വരെയാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തത് ലെസ് ദാൻ 3 lakh കാറ്റഗറി. അപ്പൊ ഓരോ കാറ്റഗറിയിലും വിന്നേഴ്സ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. അപ്പൊ ഇതിന്റെ അകത്ത് ഫസ്റ്റ് കാറ്റഗറി എന്തായിരുന്നു? 10 lakhs-ൽ അധികം ജനസംഖ്യയുള്ള പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ, സിറ്റീസ്. അവിടെ ഫസ്റ്റ് ഇൻഡോർ ആയിരുന്നു, സെക്കൻഡ് ജബൽപൂർ ആണ്, ആൻഡ് തേർഡ് ആഗ്ര ആൻഡ് സൂററ്റ് ആണ്. ഓക്കെ, അപ്പൊ പഠിച്ചല്ലോ. ആദ്യത്തെ പൊസിഷൻ ഇൻഡോർ, ഇൻഡോറിന് ശേഷം ജബൽപൂർ, ജബൽപൂരിന് ശേഷം വരുന്നത് ആഗ്ര, സൂറത്ത്. ഏത് കാറ്റഗറി? മോർ ദാൻ 10 lakhs-ന്റെ കാറ്റഗറി. ഓക്കെ, സെക്കൻഡ് കാറ്റഗറി 3 to 10 lakhs അല്ലേ. അതിന്റെ അകത്ത് ഫസ്റ്റ് വന്നത് അമരാവതി, സെക്കൻഡ് ഝാൻസി ആൻഡ് മൊറാദാബാദ്, ആൻഡ് തേർഡ് അൽവാർ ആണ്. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? ലെസ് ദാൻ 3 lakhs. ഇത് അധികം അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത സ്ഥലം, കാരണം അധികം പോപ്പുലേഷൻ ഒന്നുമില്ല, ചെറിയ സ്ഥലങ്ങളാണ്. ദേവാസ് ഫസ്റ്റ്, പർവാണു സെക്കൻഡ്, ആൻഡ് അങ്കുലാണ് തേർഡ് പൊസിഷൻ. 9ാമത്തെ ചോദ്യം. ആദിത്യ L1 is placed in a halo orbit around which type of gravitationally balanced point in space? ആദിത്യ L1 എന്ന് പറയുന്നത് എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലേസ് ചെയ്തിരിക്കുന്നത് ലാംഗ്രേഗിയനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ആദിത്യ L1 മിഷൻ ഇറ്റ്സ് ആൻ ഇന്ത്യൻ സോളാർ ഒബ്സർവേറ്ററി അറ്റ് ലാംഗ്രേജിയൻ പോയിന്റ് L1. അതാണ് L1 എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ദിസ് പോയിന്റ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം in space where gravitational force of the sun and earth balance the centrifugal force, allowing satellite to maintain continuous uninterrupted view of sun. സണ്ണിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലാംഗ്രേജിയൻ പോയിന്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് L1. ഇതെന്നാണ് ലോഞ്ച് ചെയ്തത്? PSLV C57 ലോഞ്ച് ചെയ്തത് 2023 സെപ്റ്റംബർ 2. ആൻഡ് ഇത് ആ L1 പോയിന്റിൽ അതിനെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ജാനുവരി 2024. സോ ഇതുപോലെ നമ്മൾ ഒരുപാട് ISROയിൽ നിന്ന് ഒരുപാട് സാറ്റലൈറ്റ്സും ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം കേട്ടോ. ഇൻ കർണാട്ടിക് മ്യൂസിക് a ലഘു with 5 beat is known as dash jati. ലഘു with 5 beat അതിനെന്താ പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ പറയുന്നത് ഖണ്ഡ എന്നാണ്. ഖണ്ഡ.
Okay, so in Carnatic music, a lagu with 5 beats. അതിനെ പറയുന്ന പേരാണ് ഖണ്ഡജാതി. 5 beats, ഖണ്ഡജാതി. ഏതാണ് ഈ 5 beats എന്ന് പറയുന്നത്? 5 beats are തക്ക തക്കിട്ട, തക്ക തക്കിട്ട. അതർ ജാതീസ് ഇനിയുണ്ട് ഒരു 4 എണ്ണം കൂടി. തീസ്ര എന്ന് പറയുമ്പോൾ തന്നെ 3 എണ്ണം അല്ലെ? തീസ്ര 3 എണ്ണം. എന്താണ് 3 എണ്ണം? തക്കിട്ട. എന്താണ്? തക്കിട്ട. ഇതാണ് തീസ്ര, 3 ബീറ്റ് എന്ന് പറയുന്നത്. ഇനി ചതുരാശ്ര ഉണ്ട്. ചതുരാശ്ര എന്താണ്? തക്കദിമി, തക്കദിമി, തക്കദിമി. 4 ബീറ്റ്സ്. ചതുർ എന്ന് പറയുമ്പോഴേക്കും 4 അല്ലെ? അടുത്തത് മിശ്ര എന്ന് പറയുന്നത് 7 ബീറ്റ്സ് ആണ്. അപ്പൊ തീസ്ര 3, ചതുരാശ്ര എന്ന് പറയുന്നത് 4, മിശ്ര എന്ന് പറയുന്നത് 7 ബീറ്റ്സ് ആണ്. എത്രയാണ്? 7 ബീറ്റ്സ്. അതിൽ വരുന്നതാണ് തക്കിട്ട തക്കദിമി, തക്കിട്ട തക്കദിമി. സങ്കീർണത്തില് 9 ബീറ്റ്സ് ആണ് വരുന്നത്. 9 ബീറ്റ്സ് എന്തൊക്കെയാണ്? തക്കദിമി, തക്ക തക്കിട്ട. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറെന്റ് ബീറ്റ്സ് ബേസ്ഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ പേര്. ഓക്കെ, അപ്പൊ 5 ബീറ്റ്സ് ആണെങ്കിൽ ഖണ്ഡ, 3 എണ്ണം ആണെങ്കിൽ തീസ്ര, 4 എണ്ണം ആണെങ്കിൽ ചതുരാശ്ര, 7 മിശ്ര. സങ്കീർണം എന്ന് പറയുമ്പോൾ 9 ബീറ്റ്സ്. Which of the following statements about judo is correct? വീണ്ടും ജൂഡോയിൽ നിന്നൊരു ചോദ്യം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഒരെണ്ണം കണ്ടു, ഒരെണ്ണം കൂടി. സ്പോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻസും വരാറുണ്ട്, പല രീതിയിലും വരാറുണ്ട്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് നോക്കാം നമുക്ക്. So judo was introduced in 1982 by Jigoro Kano in Japan. Okay, അപ്പൊ 1882 ജിഗോറോ കാനോ ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പോർട്ടാണ് ജൂഡോ. ഇന്ത്യസ് ഫസ്റ്റ് നാഷണൽ ജൂഡോ കോമ്പറ്റീഷൻ എപ്പോഴാണ് നടന്നത്? 1970 ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയിന്റില് കൽപ്പന ദേവി വൺ ഗോൾഡ് അറ്റ് 2010 ജൂഡോ വേൾഡ് കപ്പ്. ജൂഡോ became an Olympic sport in 1965. ഇതിൽ ഏതാണ് ശരി? ഫസ്റ്റ് പോയിന്റ് ആണ് ശരി. ഓക്കെ, ബാക്കി എല്ലാത്തിനും ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ജൂഡോന്റെ ഒറിജിൻ ജപ്പാൻ. ജിഗോറോ കാനോ ആണ് ഇതിന്റെ ഫൗണ്ടിങ് ഫാദർ. 1882 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒളിമ്പിക് സ്പോർട്ട് ആയത് 1964 1964 it became an Olympic sport in ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ഓക്കെ, ജപ്പാൻ ടോക്കിയോ, അങ്ങനെ ടോക്കിയോ ഒളിമ്പിക്സിൽ നടക്കുന്നു. 1964 ഇതിനെ ആഡ് ചെയ്യുന്നു. 1965 ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. സോ 64 ഒളിമ്പിക്സിൽ ആഡ് ചെയ്തു. 65 ഇന്ത്യയിൽ ജൂഡോ ഫെഡറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് 66 ആദ്യത്തെ നാഷണൽ ജൂഡോ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയിൽ നടക്കുന്നത്. അത് ഹൈദരാബാദിലാണ്. സോ 64, 65, 66 ഓർക്കണം. ഓക്കെ, ഇനി 2010 കൽപ്പന ദേവി ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ബ്രോൺസ് മെഡൽ. ഇത് എവിടെയായിരുന്നു? ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ട്. അടുത്ത ചോദ്യം, read the following assertion and reason carefully about Khelo India Youth Games ടേബിൾ ടെന്നീസ് ഡബിൾ ഫൈനൽസിനെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്. ആൻഡ് മാർക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അതിന്റെ ടേബിൾ ടെന്നീസ് ഡബിൾ ഫൈനൽസിനെ പറ്റിയാണ് പറയുന്നത്. കറക്റ്റ് ഏതാണെന്ന് പറയണം. കാവ്യ ഭട്ട് ആൻഡ് ദിവ്യാൻഷി ഭൗമിക് ഡ്രോപ്ഡ് ഓൺലി 1 ഗെയിം ഇൻ ദ ഗേൾസ് ഡബിൾ ടൂർണമെന്റ്. റീസൺ they beat Shubhangrita Datta and Avisha Karmakar 3-0 in the finals. ഇതിൽ ഏതാണ് ശരി? A is true but R is false. ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആണ്, പക്ഷെ ഇത് തെറ്റാണ്. Kavya Bhatt with Divyanshi Bhaumik claimed the double title, defeating Bengal's formidable duo Avisha Karmakar and Subhangrita Datta 4-0 ആയിരുന്നു അവർ ജയിച്ചത്. Kavya Bhatt, 15-year-old table tennis prodigy from Akola, Maharashtra, stunned the field with double gold on her debut at Khelo India Youth Games. Double gold ആയിരുന്നു. Under 18 women's single final, Kavya delivered a commanding 4-1 victory over Tamil Nadu's Hansini Mathan Rajan. Okay. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ നേരത്തെ പേര് ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ പഴയ പേര് ഖേലോ ഇന്ത്യ സ്കൂൾ ഗെയിംസ് എന്നായിരുന്നു. ഇപ്പോൾ അത് പേര് മാറ്റി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്നാക്കി. ആനുവൽ നാഷണൽ ലെവൽ മൾട്ടി ഡിസിപ്ലിനറി ഗ്രാസ് റൂട്ട് ഗെയിംസ് 2 കാറ്റഗറീസ്, 2 കാറ്റഗറീസിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് അണ്ടർ 17, അത് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, പിന്നെ അണ്ടർ 21 കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ 2 കാറ്റഗറിയിലായിട്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്.
First event was held in 2018, inaugurated by PM Narendra Modi, Delhi with 18 games. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇവന്റ് 18-ൽ നടക്കുന്നു, 2018-ൽ. അതിൽ 18 ഗെയിംസ് ആയിരുന്നു. 18-ൽ നടന്നു. 18 ഗെയിംസ് ഡൽഹിയിൽ വെച്ചിട്ട് PM മോദിയാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. 2025-നെ പറ്റി പറയുവാണെങ്കിൽ, when the Khelo India Youth Games were held, ബീഹാറിൽ it featured 27 sports. ഓക്കെ, അപ്പൊ 18-ൽ നിന്ന് 27-ൽ വന്ന് എത്തിയിരിക്കുകയാണ് നമ്മള്. ഇതിന്റെ അകത്ത് അത്ലറ്റിക്സ്, ആർച്ചറി, ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, സൈക്ലിംഗ്, ഫെൻസിംഗ്, ഫുട്ബോൾ, ഗട്ക, ജിംനാസ്റ്റിക്സ്, ഹോക്കി, ജൂഡോ, കബഡി, കളരിപ്പയറ്റ്, ഖോഖോ, മൽഖമ്പ്, ഷൂട്ടിംഗ്, സ്വിമ്മിംഗ്, സെപാക് ടോക്രോ, ടേബിൾ ടെന്നീസ്, ടെന്നീസ്, ഥാങ്ട, വോളിബോൾ, വെയ്റ്റ് ലിഫ്റ്റിംഗ്, റെസ്ലിംഗ്, യോഗാസന, റഗ്ബി, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഈ സ്പോർട്സ് വാസ് ഇൻക്ലൂഡഡ് ആസ് ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട്. ഓക്കെ, അപ്പൊ എവിടെയാണ് നടന്നത്? ബീഹാറിലാണ് നടന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള അത് ഹോസ്റ്റും അതുപോലെ വിന്നേഴ്സും റണ്ണർ അപ്പിന്റെയും ലിസ്റ്റ് ആണ്. അത് സ്റ്റാർട്ടിങ് മുതൽ 2018 മുതൽ. 18-ൽ ഹരിയാനയായിരുന്നു വിന്നർ, ഡൽഹിയിലാണ് നടന്നത്. പിന്നെ 19-ന് മഹാരാഷ്ട്രയിലായിരുന്നു, മഹാരാഷ്ട്ര തന്നെയാണ് വിന്നർ. അത് കഴിഞ്ഞ് 2020-ൽ അസാമിൽ വെച്ച് നടക്കുന്നു, അതിലും മഹാരാഷ്ട്ര തന്നെയാണ് വിന്നർ. അപ്പൊ ഹരിയാന, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, വീണ്ടും ഹരിയാന, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര. ഓക്കെ, അപ്പൊ ഹരിയാന, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, പിന്നെയും ഹരിയാന, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര, മഹാരാഷ്ട്ര. ഇതാണ് അതിന്റെ വിന്നേഴ്സിന്റെ ലിസ്റ്റ്. വെന്യൂ ആദ്യത്തേത് ഡൽഹി, പിന്നെ മഹാരാഷ്ട്ര, പിന്നെ അസാം, പിന്നെ ഹരിയാന. ഓക്കെ, ഹരിയാനയിൽ നടന്നപ്പോൾ ഹരിയാന തന്നെയാണ് വീണ്ടും ജയിച്ചു വരുന്നത്. പിന്നെ മധ്യപ്രദേശില്, തമിഴ്നാടു, ലാസ്റ്റ് ബീഹാറില്. What is the primary function of crew escape system in ISRO's human rated LVM-3 rocket? LVM, human rated, അതായത് HLMV3 റോക്കറ്റിലെ ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? എന്തിനാണ് ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം? ഗൈഡ് ദ ക്രൂ മൊഡ്യൂൾ ഇൻ ടു ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് ലോ എർത്ത് ഓർബിറ്റ്, eject the crew module to safety during launch emergencies, assist in docking the crew module with a space station, provide thermal shield during re-entry into Earth's atmosphere. എന്തിനാണ് ഈ ക്രൂ എസ്കേപ്പ്? ക്രൂ എസ്കേപ്പ് എന്നാണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും? എസ്കേപ്പ് ചെയ്യുക, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. eject the crew module to safety ആണ് കറക്റ്റ് ആൻസർ. ഈ കാണുന്നതാണ് ക്രൂ മൊഡ്യൂൾ. ഓക്കെ, ഇതാണ് ക്രൂ മൊഡ്യൂൾ. അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് അതിൽ ക്രൂ മെമ്പേഴ്സിനെ രക്ഷിക്കും. HLVM-3 consists of crew escape system powered by a set of quick acting high burn rate solid motor which ensure crew module along with the crew is taken to a safe distance in case of emergency. Okay. Which of the following statements about Justice Sanjeev Khanna is true or are true? Sanjeev Khanna, Justice, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് സഞ്ജീവ് ഖന്ന. അദ്ദേഹത്തിനെ പറ്റിയുള്ള പോയിന്റ്സ് ആണ് ഏതൊക്കെയാണ് കറക്റ്റ്. ഹി ഈസ് ദ 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സക്സീഡഡ് ബൈ DY Chandrachud, served as Chief Justice of India from 2023. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഫസ്റ്റും സെക്കൻഡും ശരിയാണ്, മൂന്നാമത്തത് തെറ്റാണ്. So Justice Sanjeev Khanna was appointed 51st, അത് കറക്റ്റ് ആണ്. 51st ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു. 2024 ഓപ്ഷനിൽ എന്തായിരുന്നു? 23 എന്നാണ് കൊടുത്തിരുന്നത് അല്ലെ? 24 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയത്. അദ്ദേഹം DY ചന്ദ്രചൂഡിന് ശേഷം അദ്ദേഹത്തിന് സക്സീഡ് ചെയ്തുകൊണ്ടാണ് വന്നത്. His tenure lasted until his own retirement May 13, 2025 വരെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷം അടുത്ത 52nd ആയി വന്നത് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. അദ്ദേഹം റിട്ടയർ ചെയ്തു. അപ്പൊ ഇപ്പോഴാരാ ഉള്ളത്? 53rd ആണ്, ഓർക്കണം. 53rd ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോഴത്തെ സൂര്യകാന്ത്. അദ്ദേഹമാണ് ഇപ്പോഴത്തേത്. 2025 അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയത്. Which of the following are part of National Population Policy NPP 2000? National Population Policyയുടെ പാർട്ട് ഏതാണ് ഇതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. Provide free and compulsory education up to 14 years. Increase fertility rate to ensure demographic dividend. Reduce infant mortality rate below 30 per 1000 live birth. Promoting delay marriage for girls. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇൻക്രീസ് ഫെർട്ടിലിറ്റി റേറ്റ് വരുമോ? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇത്രയും അധികമായിരിക്കുന്ന സമയത്ത് ഇനിയും ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടാൻ പറയുമോ?
നമുക്കിത് അറിഞ്ഞൂടെങ്കിൽ പോലും, നമ്മളിപ്പോൾ നാഷണൽ പോപ്പുലേഷൻ പോളിസിയെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മളൊന്ന് നമ്മുടെ ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ അല്ലെ. ഫെർട്ടിലിറ്റി റേറ്റ് ഇനിയും കൂട്ടാനായിട്ടുള്ള ഒരു പോളിസി നമ്മൾ ഇനിയും കൊണ്ടുവരില്ല. അപ്പൊ സെക്കൻഡ് വൺ തെറ്റാണ്. 1, 3 and 4 ആണ് കറക്റ്റ്. So NPP 2000 focused on reducing the total fertility rate. Total fertility rate കുറയ്ക്കാനാണ് ശ്രമിച്ചത്. To a replacement level 2.1 children per woman by 2010, not increasing it. Policy aimed to achieve a stable population and leverage the existing demographic dividend through improved health, education, development, not by increasing birth rate. Bharatiya Sakshya Adhiniyam places emphasis on use of technology particularly relevant for. So ഈ BSA പുതിയ റൂളാണ് ബേസിക്കലി. അപ്പൊ ഇത് പ്രകാരം നമ്മൾ ടെക്നോളജി കൂടുതലായി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലെന്താണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് എവിഡൻസസിനെ പ്രൈമറി എവിഡൻസ് ആക്കി കൺസിഡർ ചെയ്യുന്നു. ഡിജിറ്റൽ ആൻഡ് ഇലക്ട്രോണിക് എവിഡൻസ്. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023, India's new law replacing Indian Evidence Act 1872. ഇൻഡിപെൻഡൻസിനൊക്കെ മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യൻ എവിഡൻസ് ലോ ആക്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതിനെ മാറ്റിക്കൊണ്ടാണ് ഈ BSA വന്നിരിക്കുന്നത്. 2024 മുതലാണ് ഇത് നിലവിൽ വരുന്നത്. മോഡേണൈസ് എവിഡൻസ് റൂൾ for fair trial by making electronic records primary evidence. Electronic recordsനെ primary evidence ആയിട്ട് യൂസ് ചെയ്യുക. Expanding digital evidence admissibility, streamlining procedures, forming part of India's broader criminal justice overhaul alongside ഭാരതീയ ന്യായ സംഹിത ആൻഡ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ ഇലക്ട്രോണിക് എവിഡൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയമമാണിത്. Read the below statements marked as assertion and reason and mark the correct one. One nation, one ration card. നിങ്ങൾ കേട്ട് കാണുമല്ലോ, one nation, one ration card. ഒരു റേഷൻ കാർഡ് മതി, നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ. Ensures portability of food grains. It uses Aadhaar enabled biometric authentication. 2 points ആണ് നമ്മുടെ വൺ നേഷൻ വൺ റേഷൻ കാർഡിനെ പറ്റി കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതാണ് കറക്റ്റ്? ഇത് രണ്ടും കറക്റ്റ് ആണ് അല്ലെ. ഇതിന് എൻഷ്യൂർസ് പോർട്ടബിലിറ്റി, അതുപോലെ തന്നെ ആധാർ കാർഡ് എനേബിൾഡ് ബയോമെട്രിക് ഒതന്റിക്കേഷൻ ആണ് വേണ്ടത്. ഇതിന് കീ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പോർട്ടബിലിറ്റി ആണ്. ഗെറ്റ് റേഷൻ ഫ്രം എനി പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഷോപ്സ് അക്രോസ് ഇന്ത്യ. freedom to migrate to work without losing ration benefits. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ ഒരു സ്റ്റേറ്റിൽ താമസിക്കുന്നു, അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ റേഷൻ കാർഡ് അങ്ങോട്ടേക്ക് മാറ്റണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടുത്തെ റേഷൻ പോയി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെയില്ല, ഡിജിറ്റലി എനേബിൾഡ് ആയതുകൊണ്ട് അതും എളുപ്പമാണ്. ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ മതി ഇവിടെ. ഇറ്റ് പ്രിവെന്റ്സ് ഫ്രോഡ്. അതുകൊണ്ട് തന്നെ ഹൗ ഇറ്റ് വർക്ക്സ്: വിസിറ്റ് എനി ഫെയർ പ്രൈസ് ഷോപ്പ് in India, authenticate via Aadhaar and ration card number, get subsidized food grains instantly. Chiro, ഞാൻ ക്ലാസ്സിൽ നമ്മുടെ ആപ്പിലെ ക്ലാസ്സസിന്റെ സമയത്ത് എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ഈ ഫോക്ക് ഡാൻസ് റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡാൻസ് ഫോമാണ് ചീറോ ഡാൻസ്. ചീറോ ഡാൻസ് ബാംബു ഡാൻസ് എന്നും പറയും. ഇങ്ങനെ ബാംബു സ്റ്റിക്സ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന ഒരു ഡാൻസ്. So it is performed using crossed bamboo stick in folk dance of which state? ഇത് ഏത് സ്റ്റേറ്റിന്റെ ഫോക്ക് ഡാൻസ് ആണ്? ചീറോ ഡാൻസ്. ചീറോ മിസോറാമിന്റേതാണ്. ഓക്കെ, മിസോറാമിന്റേതാണ് ചീറോ. Performed with bamboo sticks. ഇതായി കാണുന്നതാണ് ചീറോ ഡാൻസ്. It began as a traditional ritual to bring peace to souls of women who died giving birth. അങ്ങനെ തുടങ്ങിയ ഒരു ഡാൻസ് ആണ്. But today it showcased a seasonal festival like Buzai and Chapchurkut. ഇപ്പോഴൊക്കെ ഫെസ്റ്റിവൽസിന്റെ ഭാഗമായിട്ട് ഇത് പെർഫോം ചെയ്യാറുണ്ട്. സോ ഡാൻസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മിസോറാമിലെ ഡാൻസ് ഫോംസും നോക്കാം. ആപ്പിൽ ഓൾറെഡി ഇതെല്ലാം നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിന്റെയും ഫോക്ക് ഡാൻസ് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇവിടെ മിസോറാമിന്റെ ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ചൈലം ഡാൻസ്. ചൈലം ഡാൻസ് പ്രാക്ടീസ് ഡ്യൂറിംഗ് ചാപ്ചർകൂട്ട്, regarded as one of the most significant festival of Mizo people. Okay, ചാപ്ചർകൂട്ട് ഫെസ്റ്റിവലിന്റെ സമയത്ത് കളിക്കുന്ന ഒരു ഡാൻസ് ആണ് ചൈലം ഡാൻസ്. മീസോ പീപ്പിൾ ആണ് മെയിൻലി ഇത് കളിക്കുന്നത്. സാങ്താലാം ഡാൻസ് മെയിൻലി പാത്തേ ട്രൈബ് ആണ് കളിക്കുന്നത്. സൊളാക്കിയ is prevalent in Mizoram. So
മീൻസ് സെവിയേർഡ് ഹെഡ്, അതായത് തല വെട്ടിമാറ്റിയ, എനിമിയുടെ തല വെട്ടിമാറ്റി. ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻസ്, ആൻഡ് കിയ റെഫേഴ്സ് ടു ദാറ്റ് വിച്ച് ഹാസ് ബീൻ ഡൺ വിത്ത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് നോളജ്. ഓക്കെ, അതാണ് സൊലാക്കിയ എന്ന് പറയുന്നത്. കുല്ലം ഡാൻസ് പെർഫോംഡ് ഡ്യൂറിംഗ് ക്വാങ് ചോയ് സെറമണി, ലിറ്ററലി മീനിങ് ക്വാൽ ആൻഡ് ലാം, ഗസ്റ്റ് ഡാൻസ്. അടുത്തത് ചോങ്സോങ് പോപ്പുലർ ഫോക്ക് ഡാൻസ് ഓഫ് വൺ ഓഫ് ദ മീസോ കമ്മ്യൂണിറ്റീസ് നോൺ ആസ് പാവി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയുടെ ഡാൻസ് ആണ് ചോങ്സോങ്. ഓക്കെ, ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഡാൻസ് ഫോംസ് ഒക്കെ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അൺലെസ് ആൻഡ് അണ്ടിൽ നമ്മൾ അവിടെ താമസിച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ കേട്ട് പരിചയം. അല്ലാണ്ടുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാൻ കുറച്ച് സമയം വേണം. എന്നാൽ ഈ ഇടയായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിന്റെ ഫോക്ക് ഡാൻസസ്, അവരുടെ കൾച്ചർ, അതിനെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ഫെസ്റ്റിവൽസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും അതൊന്ന് പഠിക്കുക. ഓക്കെ, അടുത്തത് താങ്ലാം പെർഫോംഡ് ത്രൂ ഔട്ട് ദ സ്റ്റേറ്റ് യൂസിംഗ് മ്യൂസിക് ഓഫ് പൂമാസായ്. സാങ്തലാം പോപ്പുലർ പൈത്തി ഡാൻസ് പെർഫോം ബൈ മെൻ ആൻഡ് വിമൻ. Which of the following statements best define Ghanavadhya in the context of Indian traditional music? Ghanavadhya എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണ്? മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ട്യൂൺസ് മെലോഡിക് ഇൻസ്ട്രുമെന്റ് പ്ലേഡ് വിത്ത് സ്ട്രിങ് ആൻഡ് ബോ, സ്ട്രിങ്ങും ബോയും കൊണ്ട് പ്ലേ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഘനവാദ്യ. പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ് റിക്വയറിംഗ് പ്രിസിഷൻ ട്യൂണിംഗ് ബിഫോർ യൂസ്, തബല പോലെയുള്ള, തബല, ഘടം അങ്ങനെയൊക്കെ ഉള്ളത് പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്, നമ്മുടെ മൃദംഗം ഒക്കെ പോലെ. സോളിഡ് നോൺ ട്യൂണബിൾ ഇൻസ്ട്രുമെന്റ്സ് പ്രൈമർലി യൂസ് ഫോർ റിതം ഇൻ ഫോക്ക് മ്യൂസിക്. വിൻഡ് ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഫ്ലൂട്ട് ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഘനവാദ്യത്തിൽ എന്താ വരിക? ഘനവാദ്യത്തിൽ വരുന്നത് സോളിഡ് നോൺ ട്യൂണബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഘനവാദ്യത്തിൽ വരുന്നത്. സോ നാട്യശാസ്ത്ര പ്രകാരം, അതായത് ഭരതമുനിയുടെ നാട്യശാസ്ത്ര പ്രകാരം നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവനദ്ധവാദ്യ എന്ന് പറയുന്നത് മെംബ്രനോഫോൺ പെർക്യൂഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇങ്ങനെ ഒരു മെംബ്രെയിൻ ഉണ്ടാവും നമ്മുടെ തബലയൊക്കെ പോലെ, തബല, മൃദംഗം ഒക്കെ പോലെ. ഘനവാദ്യ സോളിഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. സുഷിരവാദ്യ എന്ന് വെച്ചാൽ നമ്മുടെ വിൻഡ്, സുഷിരങ്ങൾ എന്താ, ഓട്ടകളുള്ളത്, അപ്പൊ നമ്മുടെ ഫ്ലൂട്ട് പോലെ, ബാസുരി പോലെ ഉള്ളതാണ് സുഷിരവാദ്യ. തട്ടവാദ്യ സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്, വീണയൊക്കെ പോലെ സ്ട്രിങ് ഉള്ള ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഇങ്ങനെ 4 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവനദ്ധവാദ്യ, ഘനവാദ്യ, സുഷിരവാദ്യ, തട്ടവാദ്യ. Okay, 20th question. Who was honored with Padma Shri in 2025 for empowering women by teaching traditional Bengali folk percussion? Padma Shri Award, Padma Awards, Padma Shri, Padma Bhushan, Padma Vibhushan എല്ലാം എക്സാമിലും ചോദിക്കാറുണ്ട്. സോ 2025 പത്മശ്രീ ലഭിച്ച വ്യക്തിയെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ? ഹി എംപവേർഡ് വിമൻ. എങ്ങനെ? ബൈ ടീച്ചിങ് ട്രഡീഷണൽ ബംഗാളി ഫോക്ക് പെർക്യൂഷൻ. ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? ഗോകുൽ ചന്ദ്രദാസ്. ഇദ്ദേഹമാണ് ഗോകുൽ ചന്ദ്രദാസ്. ഇദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഓക്കെ, അപ്പൊ പത്മ അവാർഡ്സിൽ പത്മവിഭൂഷൺ 5 പേർക്കാണ് കൊടുത്തത്. ഓക്കെ, പത്മവിഭൂഷൺ ഇത് 2026 കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. 2026 5 പേർ പത്മ അവാർഡ്സ് നിങ്ങൾ പഠിച്ചിട്ട് വേണോട്ട് പോകാനായിട്ട്. പത്മ അവാർഡ്സിൽ പത്മവിഭൂഷൺ 5 പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് വൺ ധർമ്മേന്ദ്രനാണ്. ഓക്കെ, ബോളിവുഡ് ആക്ടർ ആയിരുന്ന ധർമ്മേന്ദ്രനാണ് മരണാനന്തരം പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. അതുപോലെ സെക്കൻഡ് കിട്ടിയിരിക്കുന്നത് KT തോമസ് ആണ്. KT തോമസ് പബ്ലിക് അഫയേഴ്സ് കേരളത്തിൽ നിന്ന് 3 പേർക്കാണ് ഇപ്രാവശ്യം പത്മവിഭൂഷൺ ലഭിച്ചത്. KT തോമസിന്, P നാരായണൻ ആൻഡ് VS അച്യുതാനന്ദനാണ് 3 പേര്. അപ്പൊ 3 പേരെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം പത്മവിഭൂഷൺ. പിന്നെ വരുന്നത് ധർമ്മേന്ദ്രും മിസ് N രാജം. ഓക്കെ, പത്മവിഭൂഷണാണ് ഹയസ്റ്റ്. ഭാരത് രത്ന ഏറ്റവും ഹയസ്റ്റ്. പത്മ അവാർഡ്സിൽ ഏറ്റവും ഹയസ്റ്റ് വരുന്ന പത്മവിഭൂഷണാണ്. അത് 5 പേർക്ക്. പത്മഭൂഷൺ 13 പേർക്കാണ്. ഓക്കെ, അപ്പൊ പേരുകൾ ഞാൻ വായിച്ചു പോകാം, നിങ്ങൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ പത്മ അവാർഡ്സ്, അതായത് പത്മശ്രീയും നോക്കി വെക്കണം, അതും ചോദിക്കാറുണ്ട്, എസ്പെഷ്യലി ഫേമസ് പീപ്പിൾ. അൽക യാഗ്നിക്, ശ്രീ ഭഗത് സിംഗ് കോശ്യാരി, കളിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, ശ്രീ മമ്മൂട്ടി, ഡോക്ടർ നൂറി ദത്താത്രേയുടെ, ശ്രീ പീയൂഷ് പാണ്ഡെ, SKM മേലനന്ദനം,
ശ്രീ ശതാവധിനി ആർ ഗണേഷ്, ശ്രീ ഷിബു സോറൻ മരണാനന്തരമാണ്, ശ്രീ ഉദയ് കൊട്ടാക്ക്, ശ്രീ വി കെ മൽഹോത്ര മരണാനന്തരമാണ്, ശ്രീ വി നടേശൻ വെള്ളപ്പള്ളി നടേശൻ ആൻഡ് ശ്രീ വിജയ് അമൃത്രാജ്. സോ ഇത്രയും പേർക്കാണ് പത്മ അവാർഡ്സ്. പത്മശ്രീ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പഠിക്കണം കേട്ടോ. വാട്ട് ഈസ് ബ്രേസ് ഇൻ ഫുട്ബോൾ? സി, ഞാൻ നേരത്തെ പറയുന്നു ടേംസ് റിലേറ്റഡ് ആയിട്ട് സ്പോർട്സിലെ ടെർമിനോളജീസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫുട്ബോളില് ബ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? 2 consecutive wins, 2 yellow cards, scoring 2 goals in a match, saving 2 penalties. ഇതിന് എന്തിനെയാണ് ബ്രേസ് എന്ന് പറയുന്നത്? 2 ഗോൾസ്, ഒരു മാച്ചിൽ 2 ഗോൾസ് ഒരാൾ തന്നെ അടിക്കുമ്പോഴാണ് അതിനെ ബ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൻ ഫുട്ബോൾ ബ്രേസ് മീൻസ് സിംഗിൾ പ്ലെയർ സ്കോറിംഗ് 2 goals in the same match. 3 ഗോൾ ആണെങ്കിലോ ഹാട്രിക് എന്ന് പറയും. 4 ആണെങ്കിലോ ഹോൾ, പോക്കർ ഓർ ക്വാഡ്രപ്പിൾ എന്ന് പറയും. 5 ആണെങ്കിൽ ഗ്ലുട്ട് ഓർ ക്വിൻറ്റപ്പിൾ എന്ന് പറയും. 6 ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ഹാട്രിക്. ഹാട്രിക് 3 ആണല്ലോ, അപ്പൊ ഡബിൾ ഹാട്രിക് എന്ന് പറയും. ആൻഡ് 7 ഗോൾ ആണെങ്കിൽ ഹോൾ ട്രിക്. ഹോൾ എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, ഹാട്രിക്കിന്റെ ട്രിക്കും, അപ്പൊ 7 ആയില്ലേ. അപ്പൊ അങ്ങനെ അത് വളരെ എന്താ പറയാ റെയർ ആയിട്ടുള്ളതാണ് ഈ ഹോൾ ട്രിക്ക് വരുന്നത്. സോ ബ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 3 ഹാട്രിക്, 4 ഹോള്. ഓക്കെ, 4 ഹോള്, 5 ഗ്ലുട്ട്, 6 എന്ന് പറയുമ്പോൾ 2 ഹാട്രിക്, അപ്പോ ഡബിൾ ഹാട്രിക്. 7 എന്ന് പറയുമ്പോൾ ഹോളും ട്രിക്കും കൂടി മിക്സ് ആയി, ഹാട്രിക്കിന്റെ ട്രിക്കും കൂടി, അപ്പോൾ ഹോൾ ട്രിക്ക്. ക്ലിയർ? സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എക്സ്ട്രാ പോയിന്റ്സ് കുറച്ച് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയൊക്കെ ഡീപ്പായിട്ട് പോകണം എന്നുള്ളത്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. നിങ്ങൾക്ക് ഇനി ഇതുപോലുള്ള സെഷൻസ് വേണോ, ഏതെല്ലാം ടോപ്പിക്സ് നിങ്ങൾക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്ത സെഷനിൽ കാണാം. അതിലേക്ക് നന്ദി, നമസ്കാരം.